ഹായ് നമസ്കാരം. ബിസിനസ് പോയിന്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് എറണാകുളം കാക്കനാട് മിഷനറി എക്സ്പോ 2024 കൂടുതൽ സംരംഭകരെ പരിചയപ്പെടാനും കേരളത്തിന് വെളിയിലുമുള്ള നിരവധി സംരംഭകരെ പരിചയപ്പെടാനും പുതിയ പ്രോജക്റ്റുകൾ പരിചയപ്പെടാനും മിഷനറികളെ പരിചയപ്പെടാനുമുള്ള ഒരു സുവർണാവസരമാണ് കേരള ഗവൺമെൻറ്റും MSMEയും കേരള വ്യവസായ വകുപ്പും ചേർന്ന് നടത്തുന്ന മിഷനറി എക്സ്പോ 2024 ഭാഗമായിട്ട് നിരവധി കമ്പനികളാണ് അവരുടെ മെഷീൻസ്, അവരുടെ പ്രോഡക്റ്റുകൾ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്റ്റാളിലേക്ക് പോവാം. നമ്മുടെ സ്റ്റാളിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് മെയിനായിട്ടും ഫുഡ് പ്രോസസ്സിംഗ് മെഷീൻസ്, അതേപോലെ തന്നെ പേപ്പർ റിലേറ്റഡുള്ള മെഷീൻസാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിനിമയ സാധ്യതയുള്ള ഒരു സീറോ പൊല്യൂട്ടഡ് ആയിട്ടുള്ളൊരു ബിസിനസ്, അതായത് 1% പോലും പൊല്യൂഷൻ ഇല്ലാത്തതും അതേപോലെ തന്നെ 0% വേസ്റ്റേജ് ഉള്ളതുമായിട്ടുള്ളൊരു മെഷീൻ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് പേപ്പർ ബാഗിൻ്റെ മെഷീനറിയാണ് നമുക്ക് പരിചയപ്പെടാൻ പറ്റുക. പേപ്പർ ബാഗ് മെഷീനറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പേപ്പർ ബാഗിനകത്ത് മെയിനായിട്ടും 2 തരം മെഷീനറികളാണ് പേപ്പർ ബാഗിലുള്ളത്. ഒന്ന് വരുന്നത് നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു കവറിന് തന്നെ ഏകദേശം ഒരു 25 രൂപയ്ക്ക് മുകളിലേക്ക് കോസ്റ്റ് വരുന്നത് വളരെ കട്ടിയുള്ള കവറുകൾ ചെയ്യുന്ന തരം മെഷീനറികളിലും, അതേപോലെ തന്നെ നമുക്ക് പ്രീമിയത്തിന് മാറി നിന്നുകൊണ്ട് ഒരു എക്കണോമിക്കലായിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള മെഷീനറികളുമാണ് നമുക്ക് പരിചയപ്പെടാൻ പറ്റുക. എന്നിട്ട് ഇതിനകത്ത് എക്കണോമിക്കലായിട്ടുള്ള കവറുകളെന്ന് പറയുമ്പോൾ ശരിക്കും ഇതിനകത്ത് ഈ തുണിക്കടകൾ, ജ്വല്ലറികൾ, ബേക്കറികൾ, ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയവയിലുള്ള ചെറിയ പാക്കിംഗ് കവറുകളും ക്യാരി ബാഗുകളും നമുക്ക് അതേപോലെ തന്നെ ഒരേ മെഷീനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ സൈസ് മുതൽ, അതായത് ചെറിയ പാക്കേജിങ് സൈസ് മുതൽ 12 സെൻറ്റിമീറ്റർ മുതൽ ഏകദേശം ഒരു 42 സെൻറ്റിമീറ്റർ വരെ വലിപ്പം വരുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെറിയ GSM, അതായത് തുണിക്കടയിലൊക്കെ ഉപയോഗിക്കുന്ന പാക്കിംഗ് കവറുകൾ, സ്റ്റാപ്ലർ അടിച്ച് കൊടുക്കുന്ന കവറുകൾ, അല്ലെങ്കിൽ ഫുഡൊക്കെ കൊടുക്കുന്ന പാക്കിംഗ് കവറുകൾ മുതൽ ക്യാരി ബാഗുകൾ വരെ ഒരേ മെഷീനിൽ തന്നെ നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. എന്നാലും ഈ പാക്കേജിങ് കവറിൽ നിന്ന് റോ മെറ്റീരിയൽസ് വരുന്നത് നമുക്ക് ഇതേപോലെയുള്ള റോ മെറ്റീരിയലുകളായിരിക്കും മെഷീന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഏതാണോ നമ്മുടെ പർപ്പസ് അതിനനുസരിച്ചുള്ള റോ മെറ്റീരിയൽ എടുക്കുകയും നമ്മൾ മെഷീനിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീനിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ പ്രിൻറ്റിങ്ങിലേക്ക് പോകാം. പ്രിൻറ്റിങ് ചെയ്ത് ഗം അപ്ലൈ ചെയ്തതിന് ശേഷമായിരിക്കും മെഷീനിലേക്ക് വരിക. മെഷീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പോർഷനിലാണ് പേപ്പർ വന്നിട്ട് നമുക്ക് ഫോൾഡ് ആവുന്നത്. എന്നിട്ട് ഇവിടെ ഫോൾഡായി നമുക്ക് ഏത് സൈസിലുള്ള കവറാണോ വേണ്ടുന്നത് അതിനനുസരിച്ചുള്ള ഒരു ബ്ലേഡായിരിക്കും നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുക. ആ ബ്ലേഡിൻ്റെ മുകളിൽ ഈ പേപ്പർ ഫോൾഡ് ആവുകയും അതിനെ തുടർന്നിട്ട് ഒരു ട്യൂബ് ഫോർമേഷനിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അങ്ങനെ ട്യൂബായിട്ട് ഫോം ചെയ്തതിന് ശേഷം നമുക്കിതിനകത്ത് കട്ടാവുമായിരിക്കും ചെയ്യുക. കട്ടായി നമുക്ക് ഏത് ലെങ്തിലാണ് കവർ വേണ്ടുന്നത് അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ വെച്ചിട്ട് ഈ പറയുന്ന കവറുകൾ കട്ടാവുമായിരിക്കും ചെയ്യുക. അങ്ങനെ കട്ടായി ട്യൂബായതിന് ശേഷം ഫൈനലിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ബോട്ടം നമുക്കിവിടെ ഗം അപ്ലൈ ചെയ്ത് ബോട്ടം സീൽ ചെയ്തിട്ട് നമുക്ക് അറ്റ് ദ എൻഡിൽ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കവറായിട്ട് നമുക്ക് ഈ എൻഡിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഇത് നമുക്കൊരു മണിക്കൂറിൽ ഏകദേശം ഒരു മണിക്കൂറിൽ നമുക്ക് ഏകദേശം ഒരു 6000 മുതൽ 10000 വരെ കവറുകളാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുക. ഡിഫറൻറ്റ് സൈസിലും ഡിഫറൻറ്റ് ക്വാളിറ്റിയിലും ഡിഫറൻറ്റ് തിക്നെസ്സിലുള്ള കവറുകൾ നമുക്ക് ഈ പറയുന്ന മെഷീനിൽ ഒരേ മെഷീനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് മെഷീനിൽ തന്നെ ഗമ്മും അപ്ലൈ ചെയ്ത് ബോട്ടവും സീൽ ചെയ്ത് ഫൈനൽ കവറായിട്ട് വരും. അതായത് നമുക്ക് മെഷീനിൽ നിന്ന് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് ഇതേപോലെയുള്ള കവറായിട്ടായിരിക്കും നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുക. ഇതിനകത്ത് ഗം അപ്ലൈ ചെയ്യും, ബോട്ടം കട്ട് ചെയ്യും, അതിനകത്ത് ഗുസറ്റ് അപ്ലൈ ചെയ്ത് ഫൈനൽ കവറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാരി ബാഗ് ആക്കണമെങ്കിൽ നമുക്ക് ഹാൻഡിൽസ് നമുക്ക് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. അങ്ങനെ റെഡിമെയ്ഡ് ഹാൻഡിൽസ് മേടിച്ച് പേസ്റ്റ് ചെയ്ത് നമുക്കിതിന് ക്യാരി ബാഗ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്യാരി ബാഗ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ബോട്ടം നമുക്കിത് വരുന്നത് വി ബോട്ടം കവറായിട്ടായിരിക്കും നമുക്കിതിനകത്ത് വരിക. അതിനെ സ്ക്വയർ ബോട്ടം ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ക്രീസ് ചെയ്തിട്ട് സ്ക്വയർ ബോട്ടമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ഇത്തരം മെഷീനുകൾ നമുക്ക് പല രീതിയിൽ അവൈലബിൾ ആണ്. സിംഗിൾ കളറ്, ഡബിൾ കളറ്, 4 കളറ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് മെഷീൻസ് അവൈലബിൾ ആണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ടും ക്യാരി ബാഗായിട്ട് എടുക്കാവുന്നൊരു മെഷീനാണിത്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിനകത്ത് വരുന്ന നമ്പറിലേക്ക് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മെഷീനറിയായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.